ഗംഭീരമായ അഭിപ്രായങ്ങളുമായിട്ടാണ് ദൃശ്യം 3 തിയേറ്ററിലെത്തിയിരിക്കുന്നത്. ഒരു രക്ഷയുമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും ഒന്നടങ്കം പറയുകയാണ് ഒരു രക്ഷയുമില്ല, കിടിലം പടമാണെന്ന്. പക്ഷേ ഒരാൾ മാത്രങ്ങാനും എന്തോ പറഞ്ഞു. ഇനി എന്തായാലും അങ്ങനെ പറയാൻ കാരണം എന്ന് എനിക്കറിയില്ല. എന്നാൽ ഷംഷാമ അങ്ങനെ പറഞ്ഞിട്ടൊരു റിവ്യൂവർ ഉണ്ടായിരുന്നു. അദ്ദേഹം മാത്രമാണ് കുറച്ചൊരു ഇതായിട്ട് പറഞ്ഞത്. ബാക്കി കോക്കൊക്കെ വയ്യ അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. വയ്യ അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും പടം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തായിരുന്നു, ഇവരൊക്കെ റിവ്യൂ നോക്കിയിട്ടാണ് പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമക്ക് കയറുന്നത് എന്നാണ് പറയുന്നത്. എനിക്കതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഏതായാലും സിനിമയെ കീറി മുറിക്കുന്ന ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ റിവ്യൂവേഴ്സാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ്. ഞാനൊരു കാര്യം പറയാമല്ലോ, ഇനി ഏത് പടമായി കഴിഞ്ഞാലും ആ ഒരു തൊടുപുഴ ഭാഗത്തെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആ പടം നമുക്ക് ഇഷ്ടപ്പെടും. അത് ഏത് സംഭവമായി കഴിഞ്ഞാലും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര പടങ്ങൾ മാത്രമാണെങ്കിലേ പൊട്ടിപ്പൊളിഞ്ഞു പോകത്തുള്ളൂ. ഏതായാലും ആ ഇടുക്കിയിലെ സൗന്ദര്യവും കാര്യങ്ങളും തൊടുപുഴ ഭാഗത്തുള്ള സൗന്ദര്യവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം കിടിലൻ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ജിത്തുവിന് എന്താണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കൊണ്ടുവരാൻ കഴിയുക? ആദ്യത്തേതും രണ്ടാമത്തേതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ മൂന്നാമത് എന്താണ് ഇയാൾ കൊണ്ടുവരാൻ കഴിയുക എന്ന് പലർക്കുമുള്ള ഒരു സംശയം അത് ജിത്തു കൃത്യമായിട്ട് തീർത്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പടത്തെ പറ്റിയിട്ട് ഞാൻ ആധികാരികമായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി പടം കാണാൻ പോകുന്നവർക്ക് ആ ഒരു ഇത് വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് പടം ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പടം ഇങ്ങനെയാണ് അതിൻ്റെ കഥ വരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ത്രില്ല് പോകും. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ലാലേട്ടൻ്റെ ആ ഒരു ജേണിയിലുള്ള ഇന്നത്തെ ആ ഒരു സിനിമ വളരെയധികം മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ കാണുമ്പോൾ അങ്ങയുടെ പ്രായത്തിൻ്റെയും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ബോറായിട്ട് തോന്നുമെങ്കിലും എന്നാലും ലാലേട്ടൻ അവിടെ പിടിച്ചു നിന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ദൃശ്യം 3 എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഏകദേശ രൂപവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജിത്തു തന്നെ എന്ന് പറഞ്ഞാൽ മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു വലിയൊരു സംഭവമായിട്ടൊന്നും ഇതിനെ കണ്ടേക്കല്ലേ എന്ന്. പക്ഷേ അതൊരു മുൻകൂർ ജാമ്യമല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അറിഞ്ഞുകൊണ്ട് കൊടുത്തത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞാലെങ്കിലും കുറച്ച് ആൾക്കാർ വരട്ടെ എന്ന് കരുതിയിട്ട് തന്നെ കൊടുത്തതാണ്. ഏതായാലും ഈ പടം കാണാനുള്ള ത്വരിത എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് മമ്മൂട്ടി ഫാനായാലും മോഹൻലാൽ ഫാനായാലും ആരായി കഴിഞ്ഞാലും ദൃശ്യം എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അതിന് എത്ര പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലും നമുക്ക് മടുപ്പ് വരില്ല. അതുപോലെ തന്നെ ദൃശ്യം 2 ആയാലും ദൃശ്യം 3 ആകുമ്പോൾ ഇനി 4 വന്നാലും 5 വന്നാലും എല്ലാവരും ദൃശ്യത്തിൻ്റെ പുറകെ തന്നെ ഉണ്ടാകും. അല്ലാതെ ദൃശ്യം എന്ന് പറയുന്ന സിനിമയെ ആരും ഉപേക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജോർജ് കുട്ടി എന്ന് പറയുന്നൊരു കഥാപാത്രം അത് അത്രത്തോളം ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിയൊരു കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ അതങ്ങനെ ഇറക്കി വിടാനൊന്നും ആർക്കും കഴിയില്ല. ഇതിൻ്റെ മേക്കിംഗ് ആയിക്കഴിഞ്ഞാലും ബാക്കിയെല്ലാം ആയിക്കഴിഞ്ഞാലും നല്ല ഇതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻ്റണി പെരുമ്പാവൂരിനെ പോലെയുള്ള ഒരു പ്രൊഡ്യൂസറാണ്, ലാലേട്ടൻ്റെ വലങ്കൈ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൈസക്കൊന്നും യാതൊരു വിധ കുറവും വരുത്തത്തില്ല. ആ ഒരു സീന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീന് വേണ്ടത് തന്നെയാണ്. അതിനൊന്നും ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഇതിലും തയ്യാറല്ല. ഏതായാലും ജിത്തു ഇതിനു മുന്നേ ഒരു 2 കുഴിബോംബ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ബോംബ് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പൊതുവെയുള്ള അഭിപ്രായം അതാണ്, എൻ്റെ അഭിപ്രായമാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായമല്ല. ഞാൻ പലരുടെയും കമൻറ്റും കാര്യങ്ങളും ഇതൊക്കെ നോക്കി എല്ലാവരും ഒന്നടങ്കം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം കണ്ടിരിക്കാം, കൊള്ളാം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടം വരില്ല. പിന്നെ ഇങ്ങനെ ഇഴകേറി മുറിക്കുന്നവന്മാർക്കൊക്കെ വേണമെങ്കിൽ എന്തു വേണമെങ്കിലും പറയാം. ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ ഈ സിനിമ ഓടത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് സിനിമ നെഗറ്റീവ് വരണം എന്നാലേ നമ്മുടെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ടാവുള്ളൂ. ലാലേട്ടനെ ചൊറിയണം, ചൊറിഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വരും. അതായത് നീ ഇക്ക ഫാൻസ് അല്ലടാ, നീ മറ്റേ എന്താ പറയുക മട്ടാഞ്ചേരി മാഫിയല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇതിൽ പിടിക്കാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എല്ലാ സിനിമയും നല്ലതാണെന്ന് പറയുന്ന വനിത വിനീത തിയേറ്ററുകാരെ ഒരിക്കലും നമ്പരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവന്മാരുടെ റിവ്യൂ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്ത് പിടിക്കാം. എന്താ വെച്ചാൽ അവിടെ കുറേ ആൾക്കാരെ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നതേ നല്ലത് പറയാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ള കുറേ ആൾക്കാരും ഉണ്ട്. ഏതായാലും ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ മോശമൊന്നുമില്ല, നല്ല പടമാണ്. നമുക്ക് ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമ്പം, അതായത് ഒരു സിനിമ കണ്ട ഒരു പ്രതീതി നമ്മുടെ മനസ്സിലുണ്ടാകും. അല്ലാതെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഇറങ്ങിയ പാട്രിയോട്ടായാലും മറ്റേതായാലും അങ്ങനെയൊന്നും അല്ല സിനിമ. അതായത് ഇപ്പോഴും എന്തിനധികം പറയുന്നത് എമ്പുരാൻ്റെ ബാക്കിയായിരിക്കും എന്നാണ് വേറെ ഒരു സിനിമയുണ്ടല്ലോ, അത് എമ്പുരാൻ തന്നെയാവും അല്ലേ.
ആ ഒരു ലാസ്റ്റ് ഇറങ്ങിയ മോഹൻലാലിൻ്റെ ഇതിലെ ഇപ്പം മോഹൻലാൽ പൃഥ്വിരാജ് ആ ഒരു സിനിമയെ കാട്ടിയൊക്കെ നല്ല രീതിയിൽ നല്ലതായിട്ടുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഈ തുടരും എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ലാലേട്ടൻ്റെ ഈ ഒരു ജോർജ് കുട്ടീൻ്റെ ഇനി എത്ര വന്നു കഴിഞ്ഞാലും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എസ്തറൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വേറെ ജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇനിയിപ്പോഴേ നാലിറക്കുമ്പോഴേ ഇവരെയൊക്കെ കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ വിവാഹിതരായിട്ടോ അല്ലെങ്കിൽ കുടുംബിനിയായിട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയിലൊന്നും അഭിനയിക്കാൻ വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മിക്കവാറും ഇവിടെ വെച്ച് തീർക്കാനുള്ള എല്ലാ ഇതും കാണുന്നുണ്ട്. എന്തൊക്കെയായാലും ലാലേട്ടൻ്റെ ഒരു നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഗ്രാഫ് തന്നെ ഉയർത്തിയ ഒരു സിനിമയാണ് ഈ ദൃശ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ദൃശ്യം 2 ആയി കഴിഞ്ഞാലും പിന്നെ ഇപ്പോൾ ദൃശ്യം 3 ആയി കഴിഞ്ഞാലും തിയേറ്ററിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഓളം തിയേറ്ററിൽ വേണമെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഉണർവ് വരണമെന്നുണ്ടെങ്കിലും നമ്മുടെ ലാലേട്ടൻ തന്നെ വേണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞ മറ്റൊരു നടനാണ് ദിലീപ് പക്ഷേ ഇപ്പോഴും സൈഡായി പോയി. ഇനിയിപ്പോൾ ദിലീപിൻ്റെ പുതിയ സിനിമയൊക്കെ വരുന്നുണ്ട്. അതെങ്ങനെ എത്രത്തോളം ഓളം ഉണ്ടാക്കാൻ കഴിയുമെന്നറിയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്ററിൻ്റെ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഇതായിരുന്നു. ഇപ്പോഴും ദിലീപിൻ്റെ സിനിമ കയറാൻ ആൾക്കാരുള്ള വളരെ കുറവാണ്. ഏതായാലും അടുത്ത ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ ദിലീപിൻ്റെ ചിലപ്പോഴും മാറ്റങ്ങൾ വന്നേക്കാം. പിന്നെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോർജ് കുട്ടിയായിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു പവർ, ആ ഒരു ദൃശ്യം ആദ്യത്തെ ദൃശ്യത്തിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ കൃത്യമായിട്ട്, അതായത് ജോർജ് കുട്ടിയായ അങ്ങേർക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് എന്തൊക്കെ കൊടുക്കാൻ കഴിയും അതൊക്കെ ലാലേട്ടൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിത്തു ആണെങ്കിൽ കൃത്യമായിട്ട് പേപ്പർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അശ്വന്ത് കോക്ക് പറയുന്നത് കേട്ടാണ് നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ജിത്തു എഴുതുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഓരോ സീനുകൾ കാണുമ്പോൾ അതിൻ്റെ മനോഹാരിത കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പഴയ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരെയും വിട്ടുപോയിട്ടൊന്നുമില്ല. ഏതായാലും എല്ലാവർക്കും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏർപ്പാട് തന്നെയാണ്. ഇനി 4 വന്നു കഴിഞ്ഞാലും കുറച്ച് ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തു ഇതുകൊണ്ട് നിർത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിർത്തത്തില്ല. അതായത് 4 അടുത്ത ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ 4 വരും. 4ൻ്റെ പണി തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സിനിമ ഏകദേശം 150 ദിവസത്തിൽ കൂടുതൽ ഓടും എന്നുള്ളതിൽ, 150 കോടിയിൽ മേലെ അടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ കോടികൾ കിട്ടുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇനിയൊരു പരീക്ഷണത്തിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തു തയ്യാർ തന്നെയാണ്. കാരണം ജിത്തു അറിയപ്പെട്ടത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറീസ് കഴിഞ്ഞാൽ ജിത്തുവിൻ്റെ എടുത്ത് പറയാനുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജിത്തുവിന് ഒരുപാട് അവരുടെ പൈസ കിട്ടുന്നൊരു പരിപാടി ആയതുകൊണ്ട് ജിത്തു ഇത് നിർത്തി പോകത്തൊന്നുമില്ല. നിർത്തരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇനിയും കൂടുതൽ പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ മുരളി ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ പ്രകടനം നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരളി ഗോപിയെ. പ്രത്യേകിച്ച് തന്നെ മുരളി ഗോപി ഉണ്ടെങ്കിൽ ആ സിനിമ കാണാൻ തന്നെ ഒരു ഇമ്പമാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പഴയ ഭരത് ഗോപിയുടെ ഫാന് എന്നുള്ള ഇതിൽ എനിക്ക് മുരളി ഗോപിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭരത് ഗോപിയുടെ പഴയ സിനിമകളൊക്കെ നമ്മളെല്ലാവരും കുത്തിയിരുന്ന് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നടനെ ഇഷ്ടപ്പെട്ടാണോ എന്നറിയില്ല. ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് ടിക്കറ്റ് എടുത്തോട്ടെ, ഒരിക്കലും നഷ്ടം വരില്ല. കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്, ദൃശ്യം എല്ലാവരും കണ്ടിരിക്കണം. ഒരു ഫാമിലി സിനിമ തന്നെയാണ്. ബൈ.